അണ്ണാ അണ്ണാ. എന്താടാ ഷിൻചാനെ? അതെ അണ്ണാ, പിന്നുണ്ടല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ ഓജാ ബോർഡ് എന്ന് പറയുന്ന എന്തോ ഒരു തരം ഗെയിം കളിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഓജാ ബോർഡ് കളിച്ച് ഹോസ്പിറ്റലിലോ? അതെ അണ്ണാ, അവൻ ആ കളി കളിച്ചപ്പോൾ അവൻ എന്തൊക്കെയോ കണ്ടെന്നൊക്കെ പറയുന്നു. എന്ത് കാണാൻ? എന്തൊക്കെയോ പ്രേതങ്ങള് അങ്ങനത്തെ എന്തൊക്കെയോ കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണോ? ഒരു മിനിറ്റ് ഷിൻചാനെ ഡോറിമോനെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വാ. എന്താ അണ്ണാ? നിങ്ങൾ രണ്ടാളും വാ. ശരി അണ്ണാ, എന്താണ്? നിങ്ങൾ രണ്ടുപേരും ദാ ആ മൂല കിടക്കുന്ന ആ ചെസ്റ്റ് കണ്ടോ? കണ്ടു. അതെന്ത് പെട്ടിയാണ്? ഈ പെട്ടി എന്ന് പറഞ്ഞെങ്കിൽ പണ്ട് ഈ വീട്ടിൽ താമസിച്ച ആരോ അന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അങ്ങനെയാണോ? ഇതിനകത്ത് എന്താണ്? ഇതിനകത്തൊരു സാധനമുണ്ട്. എന്താ അണ്ണാ? ഞാൻ കാണിച്ചു തരാം. വാ ഷിൻചാൻ ഡോറിമോനെ, സാധനം കിട്ടി. എന്താ അണ്ണാ? കാണിക്കൂ. വാ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ, എന്നിട്ട് കാണിച്ചു തരാം. ഇതാ, നിങ്ങൾ കണ്ടോ? അണ്ണാ, ഇത് ഞാൻ എവിടെയോ കണ്ടിരുന്നല്ലോ. അതന്നെ നീ വിചാരിക്കുന്ന ആ സാധനം തന്നെ. അണ്ണാ, ഇത് ഓജാ ബോർഡാണോ? അതെ, ഇതാണ് ഓജാ ബോർഡ്. അയ്യോ അണ്ണാ, ഞാനില്ല കേട്ടോ ഇതിനൊന്നും. എന്താടാ, നിനക്ക് പേടിയാണോ? അല്ലാണ്ട് പിന്നെ എനിക്കിത് നല്ല പേടിയാണ്. ഞാനില്ല ഇതിനൊന്നും. അയ്യേ, ഇങ്ങനെ പേടിച്ചാലോ? എന്തായാലും നമ്മൾ 3 പേരില്ലേ? എന്ത് പറഞ്ഞാലും ഞാനില്ല കേട്ടോ. എടാ, ഇങ്ങനെയൊന്നും പേടിക്കല്ലേ. അണ്ണാ, വേണോ ഇത്? പിന്നല്ലാണ്ട് നമ്മക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? ഓ ശരി. ഡോറിമാൻ, നീ ഇല്ലേ? അണ്ണാ, ഇതിനൊക്കെ ഞാൻ റെഡിയാണ് കേട്ടോ. കണ്ടല്ലോ ഷിൻചാനെ, ഇതേപോലെ ആയിരിക്കണം. ശരി അണ്ണാ, നമുക്ക് എന്തായാലും ഇപ്പൊ കളിക്കാം. ശരി, ഇപ്പൊ കളിച്ചാ ഇതിന് ത്രില്ല് ഉണ്ടാവില്ല. നമുക്ക് രാത്രി 3 മണിയാകുമ്പോൾ കളിക്കാം. ഓക്കെ? ശരി, എന്നാ 3 മണിയാകുമ്പോൾ നമുക്ക് കളികളൊക്കെ തുടങ്ങാം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് മെഴുകുതിരികൾ വേണം. എന്തായാലും നമുക്കത് വാങ്ങിച്ചു വരാം കേട്ടോ. പെട്ടെന്ന് വാ. അങ്ങനെ കുറച്ച് മെഴുകുതിരി കിട്ടി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനും ഷിൻചാനും ഡോറിമോനും കൂടി നമ്മളെ വീട്ടിൽ ഓജാ ബോർഡ് കളിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഇന്ന് എന്തൊക്കെ പ്രേതം എവിടെ നിന്നൊക്കെ വരുന്ന ഒരു പിടുത്തമില്ല ഗൈസ്. എന്തായാലും നല്ല പേടി ഉണ്ടാവും. യെസ് ഗൈസ്, എനിക്കെന്തായാലും അത്ര പേടിയൊന്നുമില്ല. ഷിൻചാൻ, നിനക്ക് പേടിയുണ്ടോ? എനിക്കെന്ത് പേടി? നമുക്കെന്താ നമ്മളെ ഓജാ ബോർഡ് ഒരു ടാബ്ലിൻ്റെ മുകളിൽ വെക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് കുറച്ച് മെഴുകുതിരിയും കൂടി കത്തിച്ച് വെക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഇപ്പം വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ഓജാ ബോർഡിൻ്റെ ടാബിളും ഓജാ ബോർഡും കുറച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് നമ്മളെ സാധനം അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കളിക്കേണ്ട സമയം മാത്രമാണ് ഗൈസ് വേണ്ടത്. ഇത് കളിക്കണമെങ്കിൽ രാത്രി ആവണം. എന്താ ചാക്ക ഇവിടെ പരിപാടി? നമ്മളെന്തായാലും രാത്രി ഇവിടെ ഓജാ ബോർഡ് കളിക്കാനുള്ള പരിപാടിയാണ്. അയ്യോ, ഞാനില്ല കേട്ടോ. അല്ലെങ്കിൽ നീയൊന്നും വേണ്ടടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 3 മണിയാവണം ഗൈസ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പം നമുക്ക് എന്തായാലും രാത്രി 3 മണിയാകുമ്പോൾ കാണാം ഗൈസ്. ഷിൻചാൻ ഡോറിമോൻ, എന്തായാലും ഇപ്പോൾ സമയം രാത്രി ഏകദേശം 8 മണി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും 3 മണിക്ക് എണിക്കാം കേട്ടോ. ഇപ്പം എന്തായാലും ഉറങ്ങിക്കോ. 3 മണിയായോ? അയ്യോ, നല്ല ഉറക്കമായിരുന്നു ഗൈസ്. എണിക്കാനേ ഒരു മനസ്സില്ല. എന്തായാലും നമുക്ക് ചലഞ്ച് കളിക്കണമല്ലോ. ഇപ്പൊ ടൈം 3 മണിയാണ് കേട്ടോ. കളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഷിൻചാൻ ഡോറിമോൻ, നിങ്ങൾ റെഡിയല്ലേ? അണ്ണാ, ഉറക്കം വരുന്ന അണ്ണാ. എടാ, നമുക്ക് ചലഞ്ച് കംപ്ലീറ്റ് ആക്കണ്ടേ? അണ്ണൻ തന്നെ ഒറ്റക്ക് ചെയ്താ പോരെ? എനിക്ക് ഒറ്റക്ക് പേടിയാണ്. അയ്യേ, അണ്ണൻ ഇങ്ങനെയായിരുന്നോ? നമുക്കെന്തായാലും കളിക്കാലോ. അപ്പോൾ എന്തായാലും നമ്മളിതാ 3 മണിക്ക് നമ്മളെ കളി തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ആദ്യം ഇവിടെ കളിക്കാൻ പോകുന്നത്? ആരാണ്? അണ്ണൻ തന്നെ കളിച്ചാൽ മതി കേട്ടോ. ഇവ രണ്ടാളെ കൊണ്ട്. ശരി, ഞാൻ തന്നെ കളിക്കാം. അല്ല, ഇതിലിപ്പോൾ എന്താ പറയേണ്ടത്? കിട്ടി. അപ്പോൾ ഞാൻ തുടങ്ങാൻ കേട്ടോ. ഗുഡ് സ്പിരിറ്റ് ആർ യു ഹിയർ? ഗുഡ് സ്പിരിറ്റ് ആർ യു ഹിയർ? ഗുഡ് സ്പിരിറ്റ് ആർ യു ഹിയർ? അയ്യോ, ഷിൻചാൻ ഡോറിമോനെ, ഇത് അനങ്ങുന്നുണ്ടല്ലോ. അണ്ണാ, ഇങ്ങനെ പേടിക്കല്ലേ. യെസ്ന്നോ? അയ്യോ, അത് യെസ്സിലേക്ക് പോയി. അപ്പോൾ അത് ഗുഡ് സ്പിരിറ്റ് ആവാനാണ് ചാൻസ് കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത ചോദ്യം ചോദിക്കാം കേട്ടോ. ആർ യു ഗുഡ് സ്പിരിറ്റ്? ആർ യു ഗുഡ് സ്പിരിറ്റ്? ആർ യു ഗുഡ് സ്പിരിറ്റ്? അയ്യോ, ഇത് യെസ്സിലേക്കാണല്ലോ പോകുന്നത്. അല്ല, നോന്നോ? അയ്യോ, ഓടിക്കോ. അയ്യോ ഷിൻചാൻ ഡോറിമോനെ, എന്താണ്? അത് ഗുഡ് സ്പിരിറ്റ് അല്ല പറയുന്നത്. അയ്യോ, ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ഈ കളി പകുതി വെച്ച് നിർത്താനും പാടില്ല. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യാ? ഈ കളിയുടെ റൂൾ അനുസരിച്ച് ഈ കളി പകുതിയിൽ വെച്ച് നിർത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ
നമ്മൾ 3 പേരും ഈ ലോകം വിട്ട് പോകേണ്ടി വരും കേട്ടോ. അണ്ണാ പേടിപ്പിക്കല്ലേ. ഏയ് പേടിക്കല്ലേ, നമുക്ക് കളിക്കാം. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ചോദ്യം ചോദിക്കാട്ടോ. അതെ, നമുക്ക് എന്തായാലും ഈ പ്രേതത്തിനോടെ മലയാളം അറിയാമെന്ന് ചോദിച്ചാലോ? ആ അതെ അണ്ണാ, അത് കഴിഞ്ഞ് നമുക്ക് മലയാളത്തിൽ ചോദ്യം ചോദിക്കാലോ. ആ അതെ അതെ. ബാഡ് സ്പിരിറ്റ്, ഡു യു നോ മലയാളം? ബാഡ് സ്പിരിറ്റ്, ഡു യു നോ മലയാളം? ബാഡ് സ്പിരിറ്റ്, ഡു യു നോ മലയാളം? ഓ യെസ്സിലേക്ക് യെസ്. ഷിൻചാൻ ഡോറിമോനെ, ഈ പ്രേതത്തിന് മലയാളം അറിയാം കേട്ടോ. നമുക്കിപ്പോൾ മലയാളത്തിൽ ചോദ്യം ചോദിക്കാം ഗൈസ്. ബാഡ് സ്പിരിറ്റ്, നീ ഞങ്ങളെ ഉപദ്രവിക്കുമോ? ബാഡ് സ്പിരിറ്റ്, നീ ഞങ്ങളെ ഉപദ്രവിക്കുമോ? ബാഡ് സ്പിരിറ്റ്, നീ ഞങ്ങളെ ഉപദ്രവിക്കുമോ? അയ്യോ യെസ് എന്നോ? ഓ നോ. ഷിൻചാൻ ഡോറിമോനെ, ഈ ഘട്ടം വരെ നമ്മൾ സേഫായിരുന്നു. പക്ഷേ ഇവിടം തൊട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെടാൻ പോവുകയാണ് കേട്ടോ. അണ്ണാ പേടിപ്പിക്കല്ലേ. ഇത് പേടിപ്പിക്കുന്നതല്ല, ഇത് റിയാലിറ്റിയാണ്. അണ്ണാ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഈ കളി നിർത്താണ്ട് കംപ്ലീറ്റ് ചെയ്യാ, വേറെല്ല. അയ്യോ അയ്യോ ഷിൻചാൻ ഡോറിമോനെ, പുറത്ത് നോക്ക്. അയ്യോ ഓ നോ, പോയോ? അതെന്തായിരുന്നു ഗൈസ്? ക്ലൗണാണോ? എന്തോ ഒരു തരം ജീവി വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ ഷിൻചാൻ ഡോറിമോനെ, കളി ഇവിടം തൊട്ടാണ് കേട്ടോ തുടങ്ങാൻ പോകുന്നത്. ഇനിയിപ്പോ ഈ വീട്ടില് എന്തൊക്കെ സംഭവിക്കുന്നു എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. നമുക്ക് ഈ കളി മുഴുവനായും കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ആയിന്ന് എങ്ങനെയാ അറിയാ? കുറച്ച് ചോദ്യം ചോദിച്ച് പിന്നീട് നമുക്ക് കളി കംപ്ലീറ്റ് ആയോ എന്ന് ചോദിക്കണം. അപ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടം വെച്ച് നിർത്താം. എനിക്കിപ്പോ നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് പേടിക്കല്ലേ, നമുക്ക് ബാക്കി കളിക്കാലോ. ബാഡ് സ്പിരിറ്റ് കം ഹിയർ. ബാഡ് സ്പിരിറ്റ് കം ഹിയർ. ബാഡ് സ്പിരിറ്റ് കം ഹിയർ. ഷിൻചാൻ ഡോറിമോനെ യെസ്സിലേക്കാണല്ലോ പോകുന്നത്. യെസ്. ഓ നോ, ഇപ്പൊ ആ പ്രേതം വരും. അയ്യോ അയ്യോ, അതെന്താണ് ഷിൻചാൻ ഡോറിമോനെ? അണ്ണാ അതെന്താണ്? ഓ നോ, ഇതാ പ്രേതങ്ങളാണെന്ന് തോന്നുന്നു ഗൈസ്. ഓടിക്കോ ഷിൻചാനെ ഡോറിമോനെ. അയ്യോ ഗൈസ്, മുകളിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ താഴെ വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. ഇവിടുന്ന് ഓടണം ഗൈസ് പെട്ടെന്ന്. നല്ല കാറ്റ്. എന്തൊരു കാറ്റാണിത്? സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുന്നുണ്ട് ഗൈസ്. ബാക്കിയുള്ളതും കൂടി കളിക്കാം ഗൈസ്. ബാഡ് സ്പിരിറ്റ്. അതെന്താണ് ഗൈസ്? താഴെ ആരോ മുട്ടി ഗൈസ്. ഇനിയിപ്പോ ഇതാരാണ്? ഇവിടെ ആരും ഇല്ലല്ലോ ഗൈസ് പേടിപ്പിക്കാനായിട്ട്. അയ്യോ അതെന്താണ് ഗൈസ്? പുടി ഇന്നോ ഒരു കാര്യമില്ല ഗൈസ്, അതിനൊരു മാറ്റമില്ല, ഒരു അനക്കുമില്ല ഗൈസ്. ഇനിയിപ്പോ നമുക്ക് കളി കഴിഞ്ഞോന്നൊന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. ഈസ് ദിസ് ഗെയിം കംപ്ലീറ്റ്? ഓ നോ. അയ്യോ രക്ഷപ്പെട്ടോ. അയ്യോ ഇത് തുറക്കുന്നില്ലല്ലോ. അയ്യോ ഓടിക്കോ ഗൈസ്. അയ്യോ നിൽക്കവിടെ. അഥവാ നിങ്ങൾ ആ റെഡ് മാരിനപ്പുറം കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസാനത്തെ പോക്കായിരിക്കും ഇത്. ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്ട് നിങ്ങൾക്ക് ഈ വീടിന് പുറത്ത് പോകാൻ പറ്റൂല. അയ്യോ നമ്മളെ വെറുതെ വരണേ, നമ്മളറിയാണ്ട് കളിച്ചു പോയതാണ്. അയ്യോ ഇനിയിപ്പോ എന്തായാലും തുടങ്ങിയില്ലേ. എന്തായാലും കളിയുടെ നിയമത്തിൽ വേറൊരു റൂളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ് ആ റൂള്? എന്താന്ന് വെച്ചെങ്കിൽ 5 മണിക്ക് ശേഷം ഈ ഓജാ ബോർഡ് എന്ന് പറഞ്ഞ കളി വർക്ക് ചെയ്യൂല എന്നാണ് നിയമം. കളി കംപ്ലീറ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ പോലും ആ സമയമാകുമ്പോ ഇത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. ശരി, എന്നാ ഇപ്പൊ സമയം എത്ര? ഇപ്പൊ സമയം 4:30 ആയതേ ഉള്ളൂ കേട്ടോ. എന്നാ അണ്ണാ അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ. സ്പിരിറ്റ്, ക്യാൻ ഐ ഗോ ഫ്രം ഹിയർ? നോ. നിങ്ങൾ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് മാറാൻ പോവുകയാണ്. ഇത് സംസാരിക്കോ? ഇതൊന്ന് ഇവിടുന്ന് ഞാൻ മാറാൻ പോകുന്നതാണോ? എവിടത്തേക്ക്? അയ്യോ ഇതെവിടെയാണ്? ഇതെന്താ ഇത്ര വലിയ റൂമോ? നിങ്ങൾ ഒരു ഹൊറർ റൂമിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡ് ബട്ടൺ കണ്ടുപിടിക്കാനുണ്ട്. അത് കണ്ടുപിടിച്ച് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗെയിം ഇതോടെ അവസാനിക്കുന്നതാണ്. ഓഹോ അങ്ങനെയാണല്ലേ. അപ്പോൾ നമുക്ക് ആ റെഡ് ബട്ടൺ കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ കുറേ സമയമായി ഗൈസ് നമ്മൾ ആ റെഡ് ബട്ടനെ അന്വേഷിക്കുന്നത്. എവിടെയായിരിക്കും ഗൈസ് ഈ റെഡ് ബട്ടൺ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവുക? എവിടെ കൊണ്ടുപോയാണ് ഈ റെഡ് ബട്ടൺ? അതാ റെഡ് ബട്ടൺ. ഓഹോ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഇന്നാ പിടിച്ചോ. അയ്യോ ഇതെന്താണ്? നമ്മൾ പുറത്തായി. രാവിലെ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ കളി അവസാനിച്ചോ? നിങ്ങളുടെ ഓജാ ബോർഡ് കളി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനിയും ഇതേപോലെയുള്ള കളികൾ കളിക്കുക. എന്നാൽ ഓജാ ബോർഡായ ഞാൻ ഇവിടെ വെച്ച് തീരുകയാണ്. ബൈ. യെസ്, അങ്ങനെയാണെങ്കിൽ
ഹോജ ബോർഡിൻ്റെ കളി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്.